ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയെപ്പറ്റി കാണുവാനായിട്ട് സാധിക്കും. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കി ഇരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്നവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരുന്നവരോട് അറിയിച്ചു. അവൻ ജീവനോടിരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടുവെന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും ആദ്യം അനുഭവിക്കാൻ സാധിച്ചത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. അതിനുശേഷം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കാണ്. അവർക്കും പിടികിട്ടിയില്ല. അവരോട് 3ാമതായി വന്ന് സംസാരിച്ചു. എന്നിട്ടാണ് 11 പേർക്ക് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നത്. ഈ 3 പ്രത്യക്ഷതയിൽ കർത്താവ് 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് വേദപുസ്തകത്തിലൂടെ അറിയുക. ഉയർത്ത കർത്താവിൻ്റെ പ്രത്യക്ഷത നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ തന്നിരിക്കുന്ന വലിയൊരു അനോയിൻറ്റിങ് ഉണ്ട് അതിനകത്ത്. അതാണ് ഈ ഭാഗത്തുള്ള വലിയ ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ വലിയ അനോയിൻറ്റിങ്? ആ കർത്താവിൻ്റെ ശിഷ്യരാകുമ്പോൾ ലഭിക്കുന്ന ആ വലിയ പ്രവർത്തന മേഖലകളുണ്ട്. നമ്മുടെ ക്ഷീണങ്ങൾക്ക്, നമ്മുടെ രോഗങ്ങൾക്ക്, നമ്മുടെ ഭാരങ്ങൾക്ക് നിങ്ങൾക്ക് വിടുതൽ നൽകുന്ന ഒരു കർത്താവാണ് നമ്മൾക്കുള്ളത്. അങ്ങനെ ഒരു കർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്, സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മളിൽ വരുമ്പോഴാണ് ആ ശക്തിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ശാരീരിക ക്ഷീണതകൾ കാണാം, അസ്വസ്ഥതകൾ കാണാം, മാനസിക സംഘർഷങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഈ ഉയർപ്പിൻ്റെ ശക്തിയിലായിരിക്കണം ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത്. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഉയർപ്പിൻ്റെ ശക്തി കൊടുക്കണമേ. രോഗികളുടെ മേൽ സൗഖ്യം കൊടുക്കണമേ. ഭൂതങ്ങൾ ബാധിച്ചവർക്ക് വിടുതൽ കൊടുക്കണമേ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങളെ മോചിക്കുവാൻ, പാപത്തിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നീ ഞങ്ങൾക്ക് രക്ഷകനായി തന്നതുകൊണ്ട്, നിന്നെ ഞങ്ങൾക്ക് രക്ഷകനായി ലഭിച്ചതുകൊണ്ട്, ഞങ്ങളുടെ പാപം മോചിക്കപ്പെടുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ദൈവമായി നീ അവതരിച്ചതിൻ്റെ ആ വലിയ മഹത്വ പ്രത്യക്ഷത കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിച്ചല്ലോ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. ഈ വചനം കണ്ട എല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കിക്കാട്ടെ. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.